ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു കുട്ടി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അങ്ങനെ അധികം ആരും കണ്ടിട്ടില്ല. അപ്പോൾ കാണാത്തവർ ജസ്റ്റ് അതൊന്ന് പോയി നോക്കിക്കോളൂ. അത് വീഡിയോൻ്റെ പേര് പാച്ചുവിൻ്റെ ജീവിതയാത്ര എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അത് കമൻസും ടേൺഡ് ഓഫാണ്. ഞാനല്ല, അത് യൂട്യൂബിൽ നിന്ന് ഇഷ്യൂ ഉള്ള കാരണം എന്തോ ഇന്നലെ രണ്ട് വീഡിയോസും കമൻസ് ടേൺഡ് ഓഫാണ്. കുറേ പേര് അതുകൊണ്ട് തന്നെ പേഴ്സണൽ മെസ്സേജ് അയക്കുകയും ചെയ്ത് വിഷ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ ഇന്ന് രാവിലെ ഞാനും ഡിവൈനും ഡാഡിയും കൂടിയിട്ടാണ് പള്ളിയിലേക്ക് പോയത്. കുട്ടികളെ ഡോണിൻ്റെ അടുത്ത് ഏൽപ്പിച്ചു. ഞങ്ങൾ 6:15 കുർബാനയ്ക്കാണ് പോയത്. അപ്പോൾ കുട്ടികൾ എന്ത് തന്നെയായാലും എണീക്കില്ല. അപ്പോൾ പിന്നെ വെറുതെ വാശി പിടിപ്പിച്ച് കൊണ്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പനെയും മക്കളെ അവിടെ ഇട്ടിട്ട് ഞങ്ങൾ 3 പേരും കൂടി പോയി കുർബാന കഴിഞ്ഞ് മോൻ്റെ അടുത്ത് പോയി ബൊക്കെ നല്ല മഴയായിരുന്നു കേട്ടോ. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. ബൊക്കെ വെച്ച് മെഴുകുതിരി കത്തിക്കാൻ പറ്റിയില്ല, കാരണം അത്രയും മഴയുണ്ടായിരുന്നു. അപ്പോൾ അത് ഡാഡി പിന്നീട് പോയി കത്തിക്കാമെന്ന് പറഞ്ഞ് പിന്നീട് കത്തിക്കുക ചെയ്തേ. അത് കഴിഞ്ഞ് ഞങ്ങൾ വരുമ്പോഴാണ് നല്ല മഴയാണല്ലോ. അപ്പോൾ ഡിവൈൻ ചോദിച്ചു ചായ കുടിക്കണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് ആ കോർണറിൽ നമ്മുടെ ഇക്കാടെ കടയുണ്ട്, അവിടെ കയറി ഞാനും ഡാഡി ഓരോ ചായ കുടിച്ചു. ഡിവൈൻ്റെ ഒരു കോഫി അടിച്ചു. അവിടെ നിന്ന് പൂരി വാങ്ങി, നല്ല പായസക്കൊള്ളി കറി ഉണ്ടെന്ന് പറഞ്ഞു കറിയും വാങ്ങി. ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് ആവാമല്ലോ. അങ്ങനെ ചായക്കടയിലൊക്കെ പോയി ഞാൻ എപ്പോഴും ഡാഡിയോട് പറയും എല്ലാ ദിവസവും ഒന്ന് പള്ളിയിലേക്ക് പോയി തിരിച്ച് വരുമ്പോൾ അവിടെ കയറി ഒരു ചായ കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ വരുന്നവരോടൊക്കെ ഒന്ന് വർത്താനം പറഞ്ഞ്. പണ്ടുള്ളവരങ്ങനെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരായിട്ട് ബന്ധമുണ്ടാവും. അതുപോലെ പള്ളിയിൽ എന്നും പോയി അവിടെ കുർബാന കഴിഞ്ഞ് അവർ കുറച്ച് പേര് നിന്ന് വർത്താനമൊക്കെ പറയുമ്പോൾ നാട്ടുവിശേഷം വിട്ടുവിശേഷമൊക്കെ നമുക്കറിയാം. അത് വിശേഷം അറിയാൻ വേണ്ടിയിട്ടല്ല, നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മിണ്ടാണ്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ഒരു വിവരം ഒന്നിനെക്കുറിച്ചും ഉണ്ടാവില്ല. ആ സമയം 10 ആളോട് സംസാരിച്ച് വന്നു കഴിഞ്ഞാൽ അതെപ്പോഴും നല്ലത്. അപ്പം ഞാൻ എപ്പോഴും ഡാഡിയോട് പറയട്ടോ, ഡാഡിക്ക് അങ്ങനെ അധികം പുറത്താരോടും മിണ്ടാനായിട്ട് അങ്ങനെ വലിയ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷേ ഞാൻ പറയും അത് പാടില്ല, അങ്ങനെ വേണം എന്ന് പറയും. അങ്ങനെ ഞങ്ങളിത് അതൊക്കെ കൊണ്ടുവന്ന് ഞാൻ വൈകിട്ട് ഇടാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ടിരുന്നു. കുറച്ച് കഴിഞ്ഞ് പിള്ളേർസൊക്കെ കൂടെ ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ 7:15 ആകുമ്പോഴേക്കും വീട്ടിലെത്തിയിട്ടോ. എല്ലാം കഴിഞ്ഞ് 7:15 വീട്ടിലെത്തി. ശരിക്കും 6:15 കുർബാനയ്ക്ക് പോയി കഴിഞ്ഞാൽ 7 മണിക്ക് എത്താൻ തോന്നുന്നുണ്ട്. അങ്ങനെ ചാക്കോച്ചനാണ് ഫസ്റ്റ് ഇറങ്ങിയത്. വന്ന വഴിക്ക് അവൻ പതിവ് പോലെ പാച്ചു എവിടെ ചോദിച്ചു തുടങ്ങി. കാരണം ഇവർ 2 പേരാണല്ലോ എന്തെങ്കിലും പണി ഒപ്പിക്കുന്ന ആൾക്കാർ. അങ്ങനെ അപ്പാപ്പൻ പാച്ചുവിനെ വിളിച്ച് വിഷ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ അപ്പാപ്പൻ രാവിലെ നേരത്തെ 8:30 ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ് തുറക്കും. അപ്പോൾ രാത്രി പാക്ക് ചെയ്യണത് ഫുള്ള് ഫസ്റ്റാണ് കൊണ്ടുപോവുക. അപ്പോൾ അതോടുകൂടി പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരും. അപ്പോൾ ചാക്കോച്ചിനോട് അകത്ത് കയറാൻ പറഞ്ഞിട്ട് അവൻ ഇതന്നെ ഒരു അവസരം എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ. അപ്പോൾ ഡാഡീനെ യാത്രയാക്കിയതിന് ശേഷം അവനെ വിളിച്ച് അകത്തേക്ക് വെച്ചു. കാരണം ഗേറ്റ് ഞങ്ങളിപ്പോൾ എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ തുറന്നിടാണ്. കൊറിയറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനൊരു തടസ്സം വരണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണേ. അങ്ങനെ ഡാഡി വരണോടുകൂടി പ്ലേറ്റ് ചെയ്ത സാധനങ്ങൾ കൊണ്ടുവന്നു. ഇത് നമ്മുടെ പണ്ടത്തെ ചന്ദ്രമിന്ന് എന്ന് പറഞ്ഞ അതിൻ്റെ ഒരു പാറ്റേണാണ്, പാദസരമാണ് കേട്ടോ. ഇത് തന്നെ പാദസരം വരുന്നുണ്ട്, ബ്രേസ്ലെറ്റ് വരുന്നുണ്ട്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ റോളായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ആവശ്യത്തിനനുസരിച്ച് വിളക്കുകയാണ് ചെയ്യണേ. അപ്പോൾ 6 പിടി മാല അങ്ങനെയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പാദസരമാണ്. ഇതിൽ തന്നെ മാലയും പ്ലേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ചന്ദ്രമിന്നാണ് കേട്ടോ, ട്രഡീഷണൽ സംഭവമാണ്. ഇത് നമ്മളുടെ കാശിമാല. ഇതൊക്കെ പ്ലേറ്റ് ചെയ്ത് വന്നത്. അപ്പോൾ ഡിമ്പിളുടെ ഐറ്റംസ് കുറേ പ്ലേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഡിമ്പിൾ വന്നിട്ട് പാക്ക് ചെയ്യാവും നല്ലത്. അതുപോലെ ടോറിങ് കുറേ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ടോറിങ് ഇട്ടപ്പോൾ എല്ലാവരും ഭയങ്കര എൻക്വയറി ആയിരുന്നു. അപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തു. ഇത് രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ നവരത്നത്തിൻ്റെ ലോക്കറ്റും കമ്മലും കൂടിയുള്ള സെറ്റ് കുറേ പേരെന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു തരം ലക്ഷ്മിയുടെ കമ്മല. ഞാനിത് പുറത്തെടുത്തിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് ശരിക്കും കാണാം കേട്ടോ. നല്ല ഭംഗിയുള്ള കമ്മല. ഇത് നമ്മളുടെ പാമ്പിൻ്റെ ലോക്കറ്റാണ് കേട്ടോ. മൾട്ടി കളറാണ് ഫുള്ള്. നല്ല രസമായി കാണുന്ന പോലെയല്ല കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ അതും ഒക്കെ കഴിഞ്ഞ് പിന്നെ ഇത് നമ്മളുടെ നവരത്നത്തിൻ്റെ കമ്മൽ. ഇതും ഈ പറഞ്ഞ പോലെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാർ ആരാന്ന് വെച്ചാൽ പറഞ്ഞ് ഞാൻ 1-2 ആളോട് ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഇത് കാണുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞോളൂ കേട്ടോ. അങ്ങനെ ഈ കൊണ്ടുവന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത പരിപാടിക്ക് കിടക്കാമെന്ന് വെച്ചപ്പോഴേക്കും എനിക്ക് ഉറക്കം തൂങ്ങി തുടങ്ങി. അപ്പോൾ ഇതാണ് ആ കമ്മൽ ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് ഡാഡി
പോസ്റ്റ് ചെയ്യാനായിട്ട് പോണോട് കൂടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വന്നു. സംഭവം 11 മണിയായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഡിവൈനോട് പറഞ്ഞു, ഡിവൈനെ 2-3 ദിവസമായിട്ട് ഉറക്കം ഇങ്ങനെ ബാക്കി നിൽക്കുകയാണ്, ഞാനൊന്ന് കിടന്ന് ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പോയി. അപ്പോൾ ഇന്നലത്തെ മുതിരയിലെ കറി ബാക്കി ഉണ്ടായിരുന്നു, ചോറ് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി ആൻസം വന്നപ്പോൾ പരിപാടി മൊത്തം പാളിപ്പോയല്ലോ. പിന്നെ ബീഫ് ഉണ്ടായിരുന്നു, വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ട്, അപ്പോൾ ഡിവൈൻ പറഞ്ഞു പുറത്തെടുത്ത് വെച്ചിട്ട് മമ്മി പോയി കിടന്നോന്ന്. കാരണം ഇന്നും കൂടി ഞാൻ കിടന്നില്ലെങ്കിൽ എനിക്ക് അറിയാം തല ചുറ്റി എന്തെങ്കിലും പ്രശ്നം വരും. കാരണം ഉറക്കക്ഷീണം അത്രയുണ്ട്. 2-3 ദിവസമായിട്ട് എന്തോ ഞാൻ പറഞ്ഞില്ലേ, മനസ്സിന് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു, ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോയിട്ട് ഒരു 2-2.5 മണിക്കൂർ സുഖമായിട്ട് അങ്ങോട്ട് കിടന്ന് ഉറങ്ങി. അങ്ങനെ ഡാഡി വന്നപ്പോഴാണ് എന്നെ വിളിച്ച് എണീറ്റ് ഞങ്ങളിതേ ഭക്ഷണം കഴിച്ചു. അപ്പോഴേക്ക് ഡിവൈൻ ബീഫ് റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഉപ്പേരിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ഭക്ഷണം കഴിഞ്ഞ് ഒരു സിപ്പപ്പൊക്കെ എടുത്ത് കഴിച്ച് ഇനി ഉറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോഴാണ് ഡിംപിൾ കുറച്ച് വളകളുടെ ഓർഡറും കാര്യങ്ങളൊക്കെ തന്നത്. അപ്പോൾ ഡിവൈൻ്റെ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഡിവൈൻ സാധാരണ ഇടാറിട്ട വീഡിയോസിലും കാര്യങ്ങളും. ഇതിപ്പോൾ ഡിംപിൾ അവിടെ ഇരുന്നിട്ട് എനിക്ക് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ അയച്ചത്. കുറേ വൈറ്റ് ബാംഗിൾസിൻ്റെ ഒരു റീസെല്ലിങ്ങിൻ്റെ ആൾക്കാർക്കാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഫുൾ വൈറ്റ് ബാംഗിൾസാണ് ആവശ്യം. അപ്പോൾ അതിൻ്റെ 4 എണ്ണം 2 എണ്ണം 8 എണ്ണം അങ്ങനെ വീതം ഞാനത് പാക്ക് ചെയ്യാനായിട്ടെടുത്ത് പുറത്ത് വെച്ചു. അപ്പോൾ എൻ്റെ ഉറക്കക്ഷീണം ഓൾറെഡി മാറിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഇന്ന് ഇപ്പോൾ ചേച്ചിയോടേക്കൊക്കെ പോകേണ്ടതല്ലേ, ഡൈ ഇട്ടിട്ടാവാം. നാളെ ഇനിയിപ്പോൾ പള്ളിയിൽ പോകണം, ഊട്ടുണ്ട്, അങ്ങനെ പരിപാടികളുണ്ട്. അപ്പോൾ ഇന്നൊന്ന് ഡൈ ഇട്ട് തരാൻ പറഞ്ഞു. ഡൈ ഇട്ടും കൊണ്ടാണ് ഞാൻ ഈ പരിപാടികളൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴാണ്, ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡിവൈൻ പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡിവൈൻ അപ്പാപ്പനും മോനുമായിട്ടുള്ള ഒരു മറ്റേ റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ട് നന്നായിട്ടുണ്ടായിരുന്നു, കണ്ടപ്പോൾ സങ്കടം വന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടു എന്നൊക്കെ. എൻ്റെ 6 മണിക്കാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുമ്പത്തെയൊക്കെ കണ്ടു, പക്ഷേ ഡിവൈൻ്റെ കണ്ടപ്പോൾ സങ്കടമായി എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഞാൻ എന്നാൽ ഒന്ന് കാണാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കാണാനായിട്ടിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ഡൈ ഇട്ടിട്ട് ഒരു മണിക്കൂറോളം 3/4 മണിക്കൂറോളം ഞാൻ അങ്ങനെ ഇരുന്നു, ഒന്ന് കഴിഞ്ഞ് കണ്ടിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചായ എടുത്ത് കുടിച്ച് ബാക്കി പരിപാടികൾക്ക് ഒതുക്കാനും പെറുക്കാനൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ ഇത് ആ വളകൾ മുഴുവൻ സെറ്റാക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്കൊരു കൊറിയർ വന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് വന്നത് ചാക്കോച്ചനുള്ള ഡ്രസ്സാണ്. ഡിബിൾ പറഞ്ഞില്ലേ, ചാക്കോച്ചനും തൂമുട്ടനും പാച്ചുവിനൊക്കെ ഈ തീമിലുള്ള വർക്കിക്കടക്കം എടുത്തിട്ടുണ്ടെന്ന്. അപ്പോൾ അതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒന്ന് ഈ ക്ലീനർ, ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളോട് പറയാം. നല്ലതാണെങ്കിൽ ഞാൻ പറയാം, അല്ലാത്തതാണെങ്കിലും പറയാം. അപ്പോൾ കുട്ടികൾ കുറേ പേരുണ്ട്, എന്നെ വിശ്വസിച്ച് അഭിപ്രായം ചോദിച്ച് വാങ്ങിക്കുന്നവർ, അവരോട് ഞാൻ കറക്റ്റായിട്ടുള്ള റിവ്യൂ തന്നെ പറയുള്ളൂ. കാരണം നമ്മളിത് പ്രൊമോഷനായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ അല്ല. എടുത്തിട്ട് എല്ലാം മോശമായാലും നല്ലതായാലും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരിക്കലും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് റിവ്യൂ നോക്കിയിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തല മാത്രം പോയിട്ട് ആദ്യം കുളിച്ചിട്ട് വന്നു. കാരണം മുടിയൊന്നും ഉണങ്ങണ്ടേ. പക്ഷേ രക്ഷയുണ്ടായില്ല, ഞാൻ പോകുമ്പോൾ മുടി ഒന്നും ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒന്നുമല്ലാത്ത രീതിയിലാണ് ഞാൻ പോയത്. പിന്നെ നമ്മളുടെ വീട്ടിലെ പെങ്ങളുടെ വീടെന്ന് പറയുമ്പോൾ നമ്മുടെ വീട് പോലെയല്ലേ, അവിടെയൊക്കെ നമ്മളറിയുന്നവർ, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല കേട്ടോ. പക്ഷേ പെങ്ങന്മാർ പറഞ്ഞു, ഡെൻസിച്ചിന് എന്തോ ഒരു വ്യത്യാസം ഉണ്ടല്ലോ ഫേസിന്, എന്ത് പറ്റി ഇങ്ങനെ മുടിയൊന്നും ഇരാണ്ട്. ഞാൻ പറഞ്ഞു കുളി കഴിഞ്ഞ് നേരെ വന്നത്, അതാണ് മുടി ബ്രഷ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുളി കഴിഞ്ഞിട്ട് വരുമ്പോൾ കാണില്ലേ മുടി ഇങ്ങനെ, അത് നമ്മുടെ തക്കുടുവിൻ്റെ ആ പരിപാടിക്കും കുറേ പേര് ചോദിച്ചു കേട്ടോ, അതിൻ്റെ മുടി എന്താ അങ്ങനെ കിടന്നതെന്ന്. അതിപ്പോൾ ഇതാണ്, നനഞ്ഞ് കിടക്കുമ്പോൾ എൻ്റെ മുടി അങ്ങനെ ഒട്ടി ഇല്ലാത്ത പോലെ കിടക്കും, പക്ഷേ ബ്രഷ് ചെയ്യുമ്പോൾ ഓക്കെ ആവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങി നേരെ റിലയൻസിലേക്ക് വന്നത്. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ കുട്ടികളുള്ളതാണ് ചേച്ചിയുടെ വീട്ടിൽ, അപ്പോൾ കുറച്ച് ബിസ്ക്കറ്റ് ഐറ്റംസ് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ബിസ്ക്കറ്റ് ഐറ്റംസ് വാങ്ങിക്കാൻ എപ്പോഴും നല്ലത് റിലയൻസാണ് കേട്ടോ. ഒന്നെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ബസാർ ഉണ്ടല്ലോ, അത് റിലയൻസ് ആക്കിയിട്ടുണ്ടല്ലോ അവിടെ, അല്ലെങ്കിൽ ബിസ്മിയുടെ അവിടേക്ക് എത്തുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ബിസ്മി എന്ന് വാങ്ങിക്കുകയാണ്. അവിടെ നല്ല ഓഫേഴ്സും കാര്യങ്ങളും വെറൈറ്റിയും കുറേ ഉണ്ട്. റിലയൻസിലും ബിസ്മിയിലാണ് കേട്ടോ വെറൈറ്റി ഉള്ളത്. അങ്ങനെ ഞാൻ ഈ മെഴുകുതിരി ശരിക്കും ഇന്നലെ വാങ്ങിക്കണം എന്ന് വിചാരിച്ചത്, പക്ഷേ ഡാഡി പോയ സമയത്ത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഞാൻ നോക്കിയപ്പോൾ സാധനം ഉണ്ട്, പക്ഷേ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ പക്ഷേ പറഞ്ഞു അല്ലേ. അങ്ങനെ ഞങ്ങൾ ചേച്ചിയോടെ പോയി. അവിടെ നിന്ന് എല്ലാവരും ഉണ്ടായിരുന്നു, അളിയൻ്റെ വീട്ടുകാരും നമ്മളുടെ വീട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം പഴയ കുറേ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിച്ചു. ഭക്ഷണം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒലീവ് കാറ്റേഴ്സ് അങ്ങടെ പറഞ്ഞ് സൂപ്പർ ഫുഡ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ ഞാൻ ചേച്ചിയോടും സന്തോഷിനോടും സിമിയോടൊക്കെ മാറി പറഞ്ഞു സൂപ്പർ ഫുഡെന്ന്.
കാളനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു. കാളനും പോർക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഡിവൈൻ പറയേണ്ടായിരുന്നു ചിക്കൻ ഫ്രൈയും ഫിഷും, അതുപോലെ തോരൻ ഒക്കെ ഒന്നിനും മെച്ചം. ഡിവൈൻ പിന്നെ പോർക്ക് കൂട്ടാത്തതുകൊണ്ട് പോർക്കിൻ്റെ കാര്യം അറിയില്ല, പക്ഷേ ഞാൻ കൂട്ടി, സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ വരും വഴിക്ക് ഫ്രൂട്ട്സ് കടയിൽ കയറി കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങി ഞാനൊരു തണ്ണിമത്തങ്ങ ജ്യൂസും അവിടെ നിന്ന് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിതാ വീട്ടിൽ വന്നു. ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഡിവൈൻ കുട്ടികൾക്കുള്ള ഫ്ലാസ്കിൽ വെള്ളവും കാര്യങ്ങളൊക്കെ തിളപ്പിച്ച് മുകളിലേക്ക് പോയി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി, അപ്പോൾ ഡിമ്പിൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്കാണ് ശരിക്കും പണി കേട്ടോ. ഡിമ്പിൾ അവിടെ നിന്ന് കിട്ടുന്ന ഓർഡേഴ്സ് എനിക്ക് മെസ്സേജ് അയക്കും, മമ്മി അഡ്രസ്സ് എഴുതി വെക്കണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കും ഡിവൈനുമാണ് ഡിമ്പിൾ ഇവിടെ നിന്ന് പോയാൽ ഇരട്ടിപ്പണി കിട്ടുക. ഇന്ന് മുഴുവൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഇതൊന്ന് പാക്ക് ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്ത് കാണിച്ചു എന്ന് വെച്ചാൽ മറ്റേ ഇതൊക്കെ എടുത്തിട്ട് ഇരുന്നു ഉറക്കം വരാണ്ടിരിക്കാനായിട്ട്. പക്ഷേ എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ തൽക്കാലം ആവശ്യപ്പെട്ട ഒരു 2-3 ലക്ഷ്മിയുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പറ്റണില്ല, കണ്ണങ്ങനെ അടഞ്ഞു പോയി. ഇനിയിപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടേ, എന്നാൽ പിന്നെ നിർത്താം, നാളെ രാവിലെ ആവാമെന്ന് വിചാരിച്ചിട്ട്. ഞാൻ പറഞ്ഞില്ലേ ലക്ഷ്മിയുടെ കുറേ ചോദിച്ചിട്ടുള്ളതെന്ന്. അപ്പോൾ ഡിമ്പിളുടെ എങ്ങനെയാണെന്ന് വെച്ചാൽ അധിക ഭാഗം മറ്റേ റീസെല്ലിങ്ങിനുള്ള ആൾക്കാരാണ് അധിക ഭാഗം വരിക കേട്ടോ. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പിന്നെ നവരത്ന അങ്ങനത്തെ സെക്ഷൻ ഡിമ്പിളിനെയാണ് ഏൽപ്പിച്ചേക്കുന്നത്. ഡിവൈൻ്റെ സെക്ഷൻ വേറെയാണ്. ഞാൻ പിന്നെ ഇന്നതൊന്നുമില്ല, ഞാൻ ഇങ്ങനെ എന്തെങ്കിലും നിങ്ങളെ അയക്കുമ്പോൾ എൻ്റെ ഫോണിലില്ലെങ്കിൽ അപ്പം ഞാൻ ഒന്നെങ്കിൽ ഡിവൈൻ്റെ നമ്പർ കൊടുക്കും, അല്ലെങ്കിൽ ഡിമ്പിളുടെ നമ്പർ കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാം കേട്ടോ. നോന്നും ആരോടും പറയാറില്ല. കുട്ടികളുടെ സൗകര്യം അനുസരിച്ച് അവർ ചെയ്തു തരും. പിന്നെ നിങ്ങളൊക്കെ മനസ്സിലാക്കണവരാണ്, 2 പേർക്കും കുട്ടികളുണ്ടെന്നും അതിൻ്റെ ഇടയിൽ ചെയ്യുന്ന ഒരു സംഭവമാണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്ന കുട്ടികളാട്ടോ. അപ്പോൾ ആദ്യമൊക്കെ അറിയാണ്ട് പറയുമായിരുന്നു, എന്ത് നിങ്ങളിപ്പോൾ തന്നെ മെസ്സേജ്, ഇപ്പോൾ അവർ തന്നെ പറഞ്ഞു തുടങ്ങി സൺഡേ അല്ല ആൻറ്റി സാരമില്ല അങ്ങനെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഇടയിലുള്ള ബന്ധം കുറച്ചും കൂടി ഒരു ആഴത്തിലായി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ വളയും. അതിൻ്റെ ഇടയിൽ കോറലും കാണിച്ചായിരുന്നു. അപ്പോൾ കോറലും ലക്ഷ്മിയും ശരിക്കും പേളും കൂടി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പേളും കൂടി എടുക്കാനായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഉറക്കം തൂങ്ങി വീഴും ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പേള് നാളെ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചു. പള്ളിയിൽ പോണതിന് മുമ്പ് രാവിലെ എടുത്തിട്ട് പിന്നെ നാളെ പോസ്റ്റ് ചെയ്യേണ്ട, പക്ഷേ പാക്ക് ചെയ്ത് വെച്ചാൽ എളുപ്പമുണ്ട്. നാളെ ഡിമ്പിളും ആൻസനും വരും, പള്ളിയിലേക്ക് പോവും. പിന്നെ നാളെ ഊട്ടുതിരുന്നാളാണ്, പിന്നെ കൊച്ചിൻ്റെ ദിവസമായതുകൊണ്ട് അതിൻ്റെ കുറേ തിരക്കുണ്ടാവും. പിന്നെ ഇവിടെ വന്നിട്ടൊരു കേക്ക് കട്ടിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുണ്ടാവും. അപ്പോൾ അങ്ങനെ നാളത്തെ ഒരു ദിവസം നല്ല തിരക്കാവും എന്നറിയാം. അപ്പോൾ ഞാൻ എൻ്റെ ഉറക്കക്ഷീണം മാറ്റാൻ വേണ്ടി ഒരു ചായയൊക്കെ കൊണ്ടാണ് വന്നത്. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ ഗ്രൂപ്പിൽ ഫോട്ടോസ് ഇട്ടിട്ടുള്ളത് കേക്ക് കട്ടിങ്ങിൻ്റെ, നമ്മുടെ പാച്ചുവിൻ്റെ അവിടെ പോയിട്ടുള്ള കേക്ക് കട്ടിങ് കേട്ടോ. വേറെ ഫോട്ടോസൊന്നും കണ്ടില്ല, ഈ 2 ഫോട്ടോ ആണ് ഞാൻ കണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ ആഡ് ചെയ്തിന് കുറച്ച് കഴിയുമ്പോൾ ഫോട്ടോസ് വരും. അപ്പോൾ നിങ്ങൾക്ക് ഡിമ്പിളുടെ വീഡിയോയിലായാലും കാണാമല്ലോ. അപ്പോൾ അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കൂടുതൽ സമയം ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റില്ല. ഇന്ന് ശരിക്കും 13-14 മിനിറ്റിൻ്റെ വീഡിയോ ഉള്ളൂ, പക്ഷേ അത് മതി എന്ന് വെച്ചു. കാരണം കൂടുതലായി കഴിഞ്ഞാൽ കുളമാവും, ഞാൻ ഉറക്കം തൂങ്ങി വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എനിക്ക് പറ്റാണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ എന്ത് തന്നെയായാലും എൻ്റെ ആ വീഡിയോ നിങ്ങൾ കാണാൻ മറക്കരുത് കേട്ടോ. കാരണം കണ്ടവർക്കൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണത്. അതുപോലെ തന്നെ ഡിമ്പിൾ 2 വീഡിയോ ഇട്ടിട്ടുണ്ട്, എൻ്റെ 2 ഉണ്ട്, ഡിവൈൻ ഇട്ടിട്ടുണ്ട്, റീൽസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാതും എന്താ പറയുക, ഞങ്ങളുടെ 3 പേരുടെയും വീഡിയോസ് തമ്മിൽ യാതൊരു പരസ്പര ബന്ധമില്ല കേട്ടോ. കുറേ പേരെങ്ങനെയാണെന്ന് വെച്ചാൽ ഡിവൈൻ്റെ വീഡിയോ കണ്ടിട്ട് ഇനിയിപ്പോൾ ആൻറ്റിയുടെ വീഡിയോ കാണണ്ട, അതിലെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ എൻ്റെ കണ്ടിട്ട് ഇനിയിപ്പോൾ എന്തിനാണ് ഡിമ്പിളുടെ കാണുന്നത് അങ്ങനെ വിചാരിക്കുന്നവരുണ്ട്. പക്ഷേ ഞങ്ങളുടെ 3 പേരുടെയും 3 സ്റ്റൈൽ വീഡിയോസാണ്. അപ്പോൾ അതുകൊണ്ട് ആവർത്തനം ഒന്നും അധികം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം. ബൈ.